ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ കൃത്രിമമാണെന്ന് പറഞ്ഞ വിജിലൻസ് ഡയറക്ടറാണ് ഇപ്പോൾ ശബ്ദരേഖ വിശ്വസനീയമായ തെളിവാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാണിക്കെതിരായ തുടരന്വേഷണ റിപ്പോർട്ടിലാണ് ശബ്ദരേഖ കൃത്രിമമാണെന്ന് വിജിലൻസ് വ്യക്തമാക്കിയത്. കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്ന കോടതി ഉത്തരവ് പോലും പാലിക്കാതെയായിരുന്നു വിജിലൻസ് മാണിയെ കുറ്റവിമുക്തനാക്കി തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നും ബാറുടമകളുടെ ശബ്ദമാണോ സിഡിയിലുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും വിജിലൻസ് കോടതി ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ പുറപ്പെടുവിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ വിജിലൻസ് ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം SP R സുകേഷൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കാണുക. തെളിവ് നിയമത്തിലെ 65B വകുപ്പ് പ്രകാരം ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടുള്ളതിനാൽ ഇത് തെളിവല്ലെന്നും അതുകൊണ്ട് കോടതി പറഞ്ഞ പോലെ ശാസ്ത്രീയമായ പരിശോധനയുടെ ആവശ്യമില്ലെന്നും ശബ്ദരേഖ പൂർണ്ണമായും നിരാകരിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് ശബ്ദരേഖയിലെ ചില ഭാഗങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മന്ത്രിമാർക്ക് കോഴ നൽകിയെന്ന ബാറുടമകളുടെ ശബ്ദരേഖ തെളിവല്ലാതാവുകയും മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെതിരായ ശബ്ദരേഖ തെളിവായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇരട്ടത്താപ്പാണ് ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖയിൽ വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.